ഹായ് ഹലോ ഐ ആം നിതിൻ. ദിസ് ഈസ് NSK Max. അപ്പോൾ NSK Maxന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് SLCയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഒരുപാട് മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ചാപ്റ്ററാണ്. ജോമെട്രി ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് സർക്കിൾസ് ആൻഡ് ആംഗിൾസ്. നിങ്ങൾക്ക് എല്ലാം പരിചയം കാണും. എങ്കിലും ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ സർക്കിൾസിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടേ നമ്മളിത് പഠിക്കാം. ഓക്കെ, സർക്കിൾ എന്താണ്, അതേപോലെ തന്നെ സർക്കിളിൻ്റെ അകത്ത് ഓരോരോ കാര്യങ്ങളുണ്ട് അല്ലേ. ഡയമീറ്റർ ഉണ്ട്, അതേപോലെ തന്നെ റേഡിയസ് ഉണ്ട്, കോഡുണ്ട്, ആർക്ക് ലെങ്ത് ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് ഏരിയ ഓഫ് സെക്ടർ, സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ അല്ലേ. അതൊക്കെ നിങ്ങൾ ഓൾറെഡി 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഇതിൻ്റെ അകത്ത് നമുക്ക് തുടക്കത്തിൽ അല്ലേ, ഇപ്പോൾ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് അതിൻ്റെ അകത്ത് കുറച്ച് എന്താണ് ഇൻട്രൊഡക്ഷൻ ഒന്ന് പഠിച്ചതിന് ശേഷം നമുക്ക് ആദ്യത്തെ എന്താണ് ടെക്സ്റ്റ് ബുക്ക് എക്സസൈസും നമുക്ക് ചെയ്യാം. അപ്പം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. അപ്പം ഇതാണ് സർക്കിൾസിൻ്റെ അകത്തെ ബേസിക് ഇൻഫർമേഷൻ. അതായത് നമുക്ക് അറിയാവുന്ന കാര്യം, നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം പഠിക്കാം. 10ാം ക്ലാസ്സിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം മതി. അതിൽ കൂടുതൽ ആവശ്യമുള്ളവർ ഇതൊന്നും നോക്കുക. അതിന് വേണ്ടിയാണ് ഞാൻ ഇതിട്ടിരിക്കുന്നത്. നമുക്കറിയാം, സർക്കിൾ എന്ന് പറഞ്ഞാൽ അതിന് എന്തുണ്ട്? പ്രധാനമായിട്ടും അതിനൊരു മിഡ് പോയിന്റ് ഉണ്ട്. ആ മിഡ് പോയിന്റ് ആണ് നമ്മളിവിടെ O ആയിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, മിഡ് പോയിന്റ് ഇല്ലാതെ സർക്കിൾ വരയ്ക്കാൻ പറ്റത്തില്ല. നമ്മൾ വരയ്ക്കുമായിരിക്കും, റഫായിട്ട് വരയ്ക്കുമായിരിക്കും. പക്ഷെ ഒരു മിഡ് പോയിന്റ് ഉണ്ടെങ്കിൽ മാത്രമേ സർക്കിൾ കറക്റ്റ് ആയിട്ട് വരച്ചെടുക്കാൻ പറ്റൂ. രണ്ടാമത്തെ കാര്യം, ഈ സർക്കിളിന്റെ മിഡ് പോയിന്റിലൂടെ സർക്കിളിന്റെ ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ, ഈ C എന്ന് പറയുന്ന സർക്കിളിന്റെ ഒരു പോയിന്റ് ആണ്, A എന്ന് പറയുന്നത്, ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കുന്ന സ്ട്രെയിറ്റ് ലൈനെ വിളിക്കുന്ന പേരാണ് ഡയമീറ്റർ. എന്താണ് ഡയമീറ്റർ? കൂടാതെ ഈ സർക്കിളിന്റെ സെന്ററിൽ നിന്നും സർക്കിളിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിലോട്ട് ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു പോയിന്റിലോട്ട് വരയ്ക്കുന്ന രേഖ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? റേഡിയസ് എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ റേഡിയസിന്റെ ഡബിൾ ആയിരിക്കും എന്ത്? നമ്മുടെ ഡയമീറ്റർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡയമീറ്ററിന്റെ ഹാഫ് ആയിരിക്കും എന്ത്? റേഡിയസ്. ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ സർക്കിളിന്റെ ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കുന്ന ഒരു നേർരേഖ കാണുന്നുള്ള ഈ DB എന്ന് പറയുന്ന രേഖ ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ആ കോഡ് എന്ന് വിളിക്കുക. മലയാളം മീഡിയത്തിൽ ആരെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ മലയാളം മീഡിയംകാർ അതിനെ പറയേണ്ട പേര് ഞാണെന്നാണ്, ഞാൻ. ഓക്കെ, അതേപോലെ തന്നെ ഈ B മുതൽ A വരെയുള്ള ഒരു അകലം അല്ലെ, ഇത്രയും മാത്രം. ഇതെന്ന് പറയുന്നത് ഒരു സർക്കിളിന്റെ ഒരു ഭാഗം മാത്രമാണ്. അതിന്റെ പെരിമീറ്റർ, അതിന്റെ ഔട്ടർ സർഫസിലെ സർക്കംഫറൻസിന്റെ ഒരു ഭാഗം മാത്രമാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ആർക്ക് എന്ന് വിളിക്കുക. എന്തെന്ന് വിളിക്കും? ആർക്ക് അല്ലെങ്കിൽ ചാപം എന്ന് വിളിക്കും. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് അറിഞ്ഞിരിക്കേണ്ടത് സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണെന്ത്? πr². അതേപോലെ സർക്കിളിന്റെ സർക്കംഫറൻസ് അല്ലെന്നുണ്ടെങ്കിൽ പെരിമീറ്റർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് 2πr. അതേപോലെ സർക്കിളിന്റെ റേഡിയസിന് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താണ്? R എന്നാണ്. ഡയമീറ്ററിനെ നമ്മൾ D എന്ന് സൂചിപ്പിക്കും. അതേപോലെ തന്നെ 2r എന്ന് സൂചിപ്പിക്കും. കാരണം റേഡിയസിന്റെ ഇരട്ടിയാണല്ലോ ഡയമീറ്റർ. അപ്പം വേണമെങ്കിൽ 2r എന്ന് സൂചിപ്പിക്കാം, D എന്ന് സൂചിപ്പിക്കാം. പിന്നെ നമ്മൾ ഈ പറഞ്ഞതാണ് സെന്റർ, റേഡിയസ് എന്താണ്, ഡയമീറ്റർ എന്താണ്, സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ, ചുറ്റളവ്, ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? വിസ്തീർണം അല്ലെങ്കിൽ പരപ്പളവ്, കോഡ് പറഞ്ഞ്, ആർക്ക് പറഞ്ഞ്, സെക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു സർക്കിള്, ഈ സർക്കിളിനെ നമ്മൾ റേഡിയസ് വെച്ച് കട്ട് ചെയ്തെന്ന് വിചാരിച്ചു. കണ്ടോ, ഒരു ഭാഗം കിട്ടിയാണ്ടോ, ഒരു വലിയ ഭാഗമുണ്ട്, ഇതൊരു വലിയ ഭാഗം, ഇതെന്താണ്? ചെറിയ ഭാഗം. ഈ ഒരു ഭാഗത്താണ് ഇപ്പൊ ഒരു വട്ടത്തിലിരിക്കുന്ന ഒരു കേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത് അതിന്റെ ഒരു ഭാഗമാണ് നമ്മൾ കഴിക്കുന്നത് അല്ലെ, അതിനെയാണ് നമ്മൾ സെക്ടർ എന്ന് വിളിക്കുക. അതേപോലെ തന്നെ സെഗ്മെന്റ് ഇപ്പൊ വേണ്ട, ടാൻജന്റ് നിങ്ങൾക്ക് അടുത്ത എന്താണ് ക്രിസ്മസ് പോർഷനിൽ നമുക്ക് പഠിക്കാനുണ്ട്. ആ ടൈമിൽ ഞാൻ വീണ്ടും പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ട് എനിക്ക് നിങ്ങൾക്ക് സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുന്നതിന് മുന്നോടിയായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ തരാനുള്ളത്. നമുക്കൊരു കാര്യം ചെയ്യാം, ടെക്സ്റ്റ് ബുക്കിലെ കണക്കങ്ങ് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാവും. ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ കണക്ക്, അതിനു മുമ്പേ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ കണക്ക് പറയുന്നതിന് മുമ്പേ ഇത് ആണ് അതിന്റെ നിയമം. ആദ്യത്തെ നിയമം എന്ന് തന്നെ നമുക്ക് പറയാം. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ A എന്ന് പറയുന്നതും B എന്ന് പറയുന്നതും രണ്ട് പോയിന്റ് ആണ്, സർക്കിളിലെ രണ്ട് പോയിന്റ് ആണ്. സത്യമല്ലേ? A എന്ന് പറയുന്നതും B എന്ന് പറയുന്ന സർക്കിളിലെ രണ്ട് പോയിന്റുകളാണ്. ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കുന്ന ഈ രേഖയാണ് അതിന്റെ എന്ത്? കോഡെന്ന് പറയും. എന്താണ്? കോഡ് അല്ലെ ഞാണെന്ന് പറയും. നമ്മൾ മനസ്സിലാക്കണം, ഈ കോഡിനെ അറ്റാച്ച് ചെയ്തുകൊണ്ടല്ലേ നമ്മൾ സിയിലോട്ട്, C എന്ന് പറയുന്ന സർക്കിളിലെ മറ്റൊരു പോയിന്റ് ആണ് അല്ലെ, ആ പോയിന്റിൽ ഒരു ആംഗിൾ വരച്ചിരിക്കുന്നത് നോക്കിക്കേ, ഒരു ആംഗിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഈ കോഡിനെ അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് ഈ ആംഗിൾ എന്ന് പറയുന്നത്. ഈ ആംഗിൾ A ആണെങ്കിൽ ഇതേ കോഡിനെ അറ്റാച്ച് ചെയ്തുകൊണ്ടല്ലേ നമ്മൾ സെന്റർ പോയിന്റ് ആയ Oയിലോട്ട് ഒരു ആംഗിൾ വരച്ചിരിക്കുന്നത്. അപ്പൊ ഇത് A എന്ന് പറയുന്ന ആംഗിൾ ആണെങ്കിൽ ഇത് അതിന്റെ ഇരട്ടിയായിരിക്കും.
ഇല്ലെങ്കിൽ ഇത് സെന്റർ പോയിന്റ് ആംഗിളായ 2A ആണെങ്കിൽ ഇതിന്റെ പകുതി ആയിരിക്കും എന്ത് ഈ സർക്കിളിൽ ഉണ്ടാകുന്ന ആംഗിൾ. അപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, ഇതൊരു 60 ഡിഗ്രി ആണെങ്കിൽ ഇതിന്റെ പകുതി ഇത് എത്ര ആയിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ഇല്ലെങ്കിൽ ഇതൊരു 20 ഡിഗ്രി ആണെങ്കിൽ ഇതിന്റെ ഇരട്ടി ഇത് എത്ര ആയിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. ഇത് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നിയമമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അപ്പം അത് മനസ്സിൽ വേണം. ഓക്കെ ആണല്ലോ. ഇതിൻ്റെ അകത്ത് കുറെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളും ഒക്കെ കറക്റ്റായിട്ട് അറിയാമെങ്കിൽ, ടേംസുകളും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയാമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് പോകും ചാപ്റ്റർ. ഇല്ലെങ്കിൽ നിയമങ്ങളൊന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് കുറെ പ്രൂഫ് ക്വസ്റ്റ്യൻസുകളും തെളിയിക്കുക അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ഉണ്ട്. അപ്പം അത് മനസ്സിലാവണമെങ്കിൽ ഈ നിയമം നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഫ്രാക്ഷൻ, അല്ലെ? ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് വായിച്ചേ. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ സർക്കിൾ ഇൻ ദ ആർക്ക് മാർക്ക് ഇൻ ദ പിക്ചർ ബിലോ. നിങ്ങൾ മനസ്സിലാക്കണം, ഇതിൻ്റെ അത് ആർക്കുണ്ട് അല്ലെ. ഈ എ മുതൽ ഈ ബി വരെയുള്ള ദൂരത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ആർക്ക്. ഇതിനെയാണ് നമ്മൾ ആർക്ക് എന്ന് വിളിക്കുക. ഈ ആർക്ക് എന്താണ്? എത്ര ഭാഗമാണ് സർക്കിളിന്റെ ടോട്ടൽ ആംഗിളിന്റെ എത്ര ഭാഗമാണ് ഈ ആർക്ക് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, സർക്കിൾ ആയാൽ അതിനൊരു സെന്റർ ഉണ്ട് അല്ലെ. അത് സെന്റർ ഇവിടെ നിന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, സെന്റർ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞതനുസരിച്ച് ഞാൻ ഈ സെന്ററിലോട്ടൊരു ഇങ്ങനെ വരച്ചാൽ അതായിരിക്കുമല്ലോ അതിന്റെ റേഡിയസ്. നമ്മൾ നോക്കുക, ഇത് 40 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? ഇത് 80 ഡിഗ്രി ആയിരിക്കും അല്ലെ. അതായത് ഇത് 40, ഇപ്പൊ ഞാൻ പറഞ്ഞ നിയമം വെച്ചാണെങ്കിൽ ഇത് 40 ആണെങ്കിൽ ഈ സെന്ററിൽ ഉണ്ടാകുന്ന ആംഗിൾ എത്രയായിരിക്കും? 80 ആയിരിക്കും. ഈ 80ന്റെ എത്ര ഭാഗമാണ് ഈ എ മുതൽ ബി വരെയുള്ള ദൂരം എന്ന് അറിഞ്ഞാൽ മതി. 80 ഡിഗ്രിയുടെ എത്ര ഭാഗമാണ്? അപ്പോൾ ഒരു സർക്കിളിന്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 360 ഡിഗ്രിയാണ്. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. ഈ 360ൽ എത്ര ഡിഗ്രിയെ ഇവിടെ പറയുന്നുള്ളൂ? 80 ഡിഗ്രിയെ പറയുന്നുള്ളൂ. അപ്പം 80 ഡിവൈഡ് ബൈ 360 ചെയ്താൽ പറ്റില്ലേ? 360 ടോട്ടൽ ഭാഗത്തിൽ എത്ര ഭാഗം മാത്രമേ ഉള്ളൂ ഇവിടെ? 80. അപ്പൊ 80 ചെയ്താൽ മതി. ഈ പൂജ്യവും ക്യാൻസൽ ആയി പോയ മിച്ചം എത്രയാണ്? 8/36. നമുക്ക് വേണമെങ്കിൽ ഇനിയും ക്യാൻസൽ ചെയ്യാം. 2 വെച്ച് ക്യാൻസൽ ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ 4 വെച്ച് ക്യാൻസൽ ചെയ്യാം. 4 × 2 അല്ലേ 8, അതേപോലെ 4 × 9 അല്ലേ 36. അപ്പം ഈ ഒരു ആർക്കായ AB എന്ന് പറയുന്ന ആർക്ക് ഈ ടോട്ടൽ സർക്കിളിന്റെ 2/9 എന്താണ്? 2/9 ആണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ എല്ലാവർക്കും? ഓക്കെ അല്ലേ? നമുക്ക് രണ്ടാമത്തെ കണക്കിലോട്ട് പോവാം. എല്ലാവരും ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കണക്കെന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ കണക്കാണ് ഈ പറയുന്നത്. രണ്ടാമത്തെ കണക്കിന്റെ അകത്ത് ആദ്യത്തെ ഫിഗർ, രണ്ടാമത്തെ ഫിഗർ, മൂന്നാമത്തെ ഫിഗർ. ഓക്കെ, നമുക്ക് ആദ്യത്തെ ഫിഗർ ആദ്യം ചെയ്യാം. ഇവിടെ അവർ തന്നിരിക്കുന്ന എന്താണ്? സെന്റർ ഉണ്ട്. ഇവിടുന്ന് ഇവിടം വരെയുള്ള ആർക്കാണ് അവർ തന്നിരിക്കുന്നത് അല്ലെ. എത്ര? 1/10. ഇവിടുന്ന് ഇവിടം വരെയുള്ള ആർക്ക് എത്രയാണ്? 1/10 ആണ് തന്നിട്ടുണ്ട്. കൂടാതെ നമുക്ക് എന്ത് വേണം? ഈ ആംഗിൾ ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം, ഈ ആംഗിൾ നമുക്ക് അറിയത്തില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, എക്സ് ആയിട്ട് എടുത്താൽ ഇപ്പൊ പറഞ്ഞത് വെച്ച് x/360 360ൽ എക്സ് ഡിഗ്രിയാണ് ഈ ആർക്ക് ഉണ്ടായിരിക്കുന്ന 1/10 എന്ന് പറയുന്നത്. സത്യമല്ലേ? അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതിൻ്റെ അകത്ത് എക്സ് കണ്ടുപിടിക്കാൻ ഈ 360നെ ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ x = 360/10. 0 ക്യാൻസൽ ആയി എത്ര ഡിഗ്രിയാണ്? അതായത് ഈ എക്സ് ആംഗിൾ എത്ര കിട്ടി? 36 ഡിഗ്രി കിട്ടി. ഇനി രണ്ടാമത് അവർ പറഞ്ഞിരിക്കുന്നത് ഈ പോയിന്റ് കണ്ടല്ലോ, ഈ പോയിന്റ് നമ്മൾ ഈ സർക്കിളിൽ കൊണ്ട് അറ്റാച്ച് ചെയ്ത് വെച്ചു. സർക്കിളിൽ കൊണ്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ ഈ 36 ഡിഗ്രി ഇവിടെ വന്നല്ലോ. 36 ഡിഗ്രി ഇവിടെ വന്നാൽ ഇത് സർക്കിളിന്റെ സെന്റർ ആണെന്ന് കരുതുക. സെന്ററിലോട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്താൽ നമുക്കറിയാം, ഇത് 36 ആണെങ്കിൽ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 72 ഡിഗ്രി ആയിരിക്കും അല്ലേ. 72 ഡിഗ്രി ആണെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഭാഗം എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി? 360ൽ എത്രയാണ്? 72 ആണ്. നമുക്കറിയാം 72 ഗുണം 1 ആണ് 72. 72 ഗുണം 5 ആണ് എന്ത്? 360. അപ്പം ഇവിടുന്ന് ഇവിടം വരെയുള്ള ഭാഗം എത്ര ആയിരിക്കും? 1/5 ഭാഗമായിരിക്കും അല്ലെ, പാർട്ടായിരിക്കും. മനസ്സിലായല്ലോ? രണ്ട് കണക്കുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ആണെങ്കിൽ എല്ലാവരും ഈ മൂന്നാമത്തെ ഫിഗർ എല്ലാവരും ചെയ്തതിന് ശേഷം, ഇത് നന്നായി പഠിച്ച് ഇത് ചെയ്തതിന് ശേഷം എനിക്ക് കമന്റ് ആയിട്ട് നിങ്ങളത് രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാനത് ക്ലിയർ ചെയ്ത് തരാം. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണ്. ഞാനിടുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യും? നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും.
കൂടാതെ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.